സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രകടനം പ്രതീക്ഷയ്ക്കൊത്തുയർന്നിട്ടില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. താഴെത്തട്ടിലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ ഉണർവിനായി ബ്ലോക്ക് തലം മുതൽ AICC വരെ മാറ്റം കൊണ്ടുവരുമെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കനത്ത തിരിച്ചടി, ഹരിയാനയിലെ തിരിച്ചടി, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ മല്ലികാർജുൻ ഖാർഗെ പ്രവർത്തക സമിതി യോഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്? തീർച്ചയായും വിജയകുമാർ, ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ പരാജയത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പോയിരുന്നത്. മഹാരാഷ്ട്രയിലും തൽസ്ഥിതി തന്നെ തുടരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ ഉച്ചയോടുകൂടി ഈ പ്രവർത്തക സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതും ഈ ഇരു സംസ്ഥാനങ്ങളിലും ഉണ്ടായ ഈ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി തന്നെയാണ്. ഇതിനിടയിലാണ് മല്ലികാർജുൻ ഖാർഗെ ഇത്തരത്തിലേക്കുള്ള ചില പരാമർശങ്ങളും വിമർശനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഉണർവിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്ലോക്ക് തലം മുതൽ AICC തലം വരെ ഈ മാറ്റം കൊണ്ടുവരേണ്ടി വരുമെന്നും പ്രവർത്തക സമിതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കണക്ക് കൂട്ടലുകളെയൊക്കെ അപ്പാടെ തെറ്റിച്ചുവെന്നും പറയുന്നുണ്ട്. കാരണം വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ വലിയൊരു പരാജയം സംഭവിച്ചുവെന്ന് അവർ സമ്മതിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആവർത്തിച്ചുകൊണ്ടുള്ള പരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് BJPയുടെ ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ഈ ശ്രദ്ധ തിരിക്കുക ആണ് BJP നിലവിൽ എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി അതിൽ അദ്ദേഹം ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്നും മല്ലികാർജുൻ ഖാർഗെ ആ യോഗത്തിൽ സംസാരിച്ചു. പാർട്ടിയിൽ ഐക്യമാണ് പ്രധാനമെന്ന് കൂടിയാണ് അദ്ദേഹം ഇന്ന് ചേർന്ന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹം ഇത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രകടനം അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരു മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നും അവർ വിലയിരുത്തുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് മുൻനിർത്തി നോക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇന്ത്യ സഖ്യത്തിനായില്ല എന്ന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഈ താഴെത്തട്ടിലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയം സംഭവിച്ചുവെന്നും പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചത്. ആ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വിജയകുമാർ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ ഉണർവിനായി ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് മല്ലികാർജുൻ ഖാർഗെ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞത്. താഴെ തട്ടിൽ മുതൽ AICC തലം വരെ അഴിച്ചുപണി നിർദ്ദേശങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങളും വൈകാതെ ഉണ്ടാകുമെന്ന് AICC അധ്യക്ഷൻ വ്യക്തമാക്കി.